സ്നേഹത്തെ മാറ്റുരച്ച് നോക്കാനാകില്ല. സ്നേഹത്തിൻ്റെ അർത്ഥവും വ്യാപ്തിയും അളക്കാനുമാകില്ല. നാം സ്നേഹത്തോടെ വിളിക്കാറുണ്ട് കരളിൻ്റെ കരളെ എന്ന്. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ കരളിൻ്റെ കരളായി മാറിയ അപൂർവങ്ങളായ ഏറ്റവും അത്ഭുതകരമായ ജീവിതം വരെ നയിക്കുന്ന രണ്ട് ദമ്പതികളെ, ഒരു ഭാര്യയും ഭർത്താവിനെയും നമുക്ക് പരിചയപ്പെടാം. സ്നേഹപൂർവ്വം റോഹിത് ചേട്ടനെയും മിലി ചേച്ചിയെയും സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഒന്ന് പരിചയപ്പെടുത്താവോ കുടുംബാംഗങ്ങളെ എല്ലാവരെയും? എൻ്റെ പേര് റോയ്, ഞാൻ നിലമ്പൂരാണ് താമസം. ഇത് മിലി. ഞങ്ങൾക്ക് 2 മക്കളാണ്. ഈത്തൻ മൂത്തയാൾ, ഓസ്റ്റിൻ ഇളയാൾ. അപൂർവങ്ങളായ ഒരു ജീവിതവും ഒരു ദമ്പതികളുമാണ് നിങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു അസുഖം വന്ന് കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ഒക്കെ ഇത്തരത്തിലുള്ള അവയവദാനം എന്നുള്ളൊരു വലിയൊരു മഹത്തായ ദാനമൊക്കെ നൽകി നിൽക്കുന്ന 2 പേരെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് പ്രേക്ഷകർക്കായിട്ട്. ഇപ്പം തീർച്ചയായിട്ടും എനിക്ക് ചോദിക്കാനുള്ളത്, ഇങ്ങനൊരു അസുഖം പപ്പയ്ക്ക് വന്നൊരു സമയത്ത് ആ ഒരു സമയത്തെ ആ പ്രതിസന്ധിയും ആ ഒരു പ്രതികരണങ്ങളും എങ്ങനെയായിരുന്നു? എനിക്ക് 22 വയസ്സുള്ളപ്പോഴാണ് അച്ചാച്ചൻ എന്നാണ് ഞാൻ വിളിക്കാറ്, ഈ ലിവറിന് കാര്യമായ രോഗം വന്നത്. അച്ചാച്ചനായിരുന്നു ഞങ്ങളുടെ വീട്ടിലെ നെടും തൂണ്, എല്ലാ വീടുകളിലെയും പോലെ. പക്ഷേ ഇവിടെ ഞങ്ങളുടെ വീട്ടിലെ മാത്രമല്ല, അച്ചാച്ചൻ്റെ അനിയന്മാരുടെയും എല്ലാവരും നോക്കിക്കൊണ്ട് ഇരുന്ന ഒരു വ്യക്തിയായിരുന്നു അച്ചാച്ചൻ. എല്ലാ കാര്യങ്ങൾക്കും അച്ചാച്ചൻ തന്നെയായിരുന്നു തീരുമാനമെടുക്കുന്നത്. ആ ഒരു സമയത്ത് അച്ചാച്ചൻ ഇങ്ങനെ ഒരു രോഗാവസ്ഥ വന്നപ്പോൾ എല്ലാവരും ഇനി എന്ത് എന്നൊരു ചോദ്യത്തിലേക്ക് വന്നു. എല്ലാവരും ആകെ തളർന്നു പോയി. അപ്പോൾ ഞങ്ങളിതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റ് തുടങ്ങി വരുന്ന കാലഘട്ടമാണ്, അങ്ങനെ ഒരു ഓപ്ഷനുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു. പിന്നെ ഒരു ചോദ്യം വന്നു, ലിവർ ട്രാൻസ്പ്ലാന്റിന് ആരെങ്കിലും ഒരാൾ ഡോണറായിട്ട് വരണം. അപ്പം നമ്മുടെ നാട്ടിൽ സാധാരണ കഡാവർ ഡോണറിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്താൽ തന്നെ മിനിമം 2 വർഷമെങ്കിലും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ഒരു സമയം വരും. പിന്നെ ഉള്ളത് ലിവിങ് ഡോണേഴ്സാണ്. ലിവിങ് ഡോണേഴ്സിലേക്ക് ആര് എന്നൊന്ന് ചോദിച്ചപ്പോൾ നമുക്കും ഇതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ലായിരുന്നു. എങ്കിലും അമ്മ മുന്നോട്ട് വന്ന് പറഞ്ഞു, എൻ്റെ ലിവർ എടുത്തോ, അങ്ങനെയെങ്കിലും നമുക്ക് എങ്ങനെയെങ്കിലും അച്ചാച്ചനെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞു. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ നിയമത്തിൻ്റെ ഒത്തിരി കടമ്പകൾ കടക്കാനുണ്ടായിരുന്നു. അച്ചാച്ചനും അമ്മയും ആക്ച്വലി മാരീഡാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മക്കളുടെ DNA ടെസ്റ്റ് വരെ എടുക്കുന്ന സമയമായിരുന്നു. ഈ ട്രാൻസ്പ്ലാന്റ് ഡൽഹിയിലാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പം അമ്മയുടെ ടെസ്റ്റുകളെല്ലാം ചെയ്തു, എല്ലാം വളരെ പോസിറ്റീവായി പോയി. അപ്പം ഞങ്ങൾക്ക് വീണ്ടും ഒരു പ്രതീക്ഷയൊക്കെ വന്നു. പക്ഷേ ആ DNA ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഡൽഹി ചെന്ന സമയത്ത് അമ്മയുടെ ഒരു സ്കാൻ എടുത്തു. ആ സ്കാനിൽ പറഞ്ഞു അമ്മയുടെ ലിവർ അച്ചാച്ചന് മാച്ചിങ് അല്ല എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ മുമ്പിൽ എങ്ങനെയെങ്കിലും അച്ചാച്ചനെ രക്ഷിക്കുക എന്നൊരു ഒറ്റ ചിന്ത മാത്രമേ ഉള്ളായിരുന്നു. പറഞ്ഞു, എനിക്ക് പ്രായപൂർത്തിയായതാണ്, എൻ്റെത് എടുക്കാം എന്ന് പറഞ്ഞു. എല്ലാവരും ഒത്തിരി സങ്കടത്തോടെയാണെങ്കിലും അത് സമ്മതിച്ചു. അങ്ങനെയാണ് ഞാൻ ലിവർ ട്രാൻസ്പ്ലാന്റിലേക്ക് വന്നത്. 2009 ഒക്ടോബർ 15-നാണ് ഞങ്ങളുടെ ലിവർ ട്രാൻസ്പ്ലാന്റ് നടന്നത്. ഞങ്ങളുടെ ലിവർ ട്രാൻസ്പ്ലാന്റ് നടക്കുന്ന സമയത്ത് ഞാനും അച്ചാച്ചനും ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ അബോധാവസ്ഥയിലാണ്. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഞങ്ങളെ അറിയാത്ത ഒത്തിരി ആളുകൾ ഞങ്ങൾക്ക് വേണ്ടി അന്ന് പ്രാർത്ഥിച്ചിരുന്നു. ആ ഒരു പ്രാർത്ഥനയുടെ ശക്തിയാലും ഡോക്ടേഴ്സിൻ്റെ കഴിവിലുമാണ് ഇപ്പം അച്ചാച്ചൻ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ഇന്നും ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ 22-ാമത്തെ വയസ്സിൽ ഇങ്ങനൊരു പ്രതിസന്ധി വന്നപ്പോൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഭയങ്കര ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനാണത്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ആ 22-ാമത്തെ വയസ്സിൽ ഈ ധൈര്യം, അതായത് എൻ്റെ ലിവർ കൊടുക്കാം അല്ലെങ്കിൽ എൻ്റെ കരൾ കൊടുക്കാം എന്നുള്ളൊരു ധൈര്യം, അതിന് പ്രാർത്ഥന, വിശ്വാസം എത്രത്തോളം മുതൽക്കൂട്ടായിട്ടുണ്ട്? ആ സമയത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. പ്രാർത്ഥനയുടെ ഒറ്റ ബലത്തിലാണ് ഞാൻ ഇതിലേക്ക് മുന്നിട്ടിറങ്ങിയത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒത്തിരി ആളുകളുണ്ടായിരുന്നു. ഒത്തിരി പേര് പറഞ്ഞു, മോനെ നീ ഒന്നും പേടിക്കണ്ട, ഒന്നും സംഭവിക്കത്തില്ല, എല്ലാവരും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കൂടെ പഠിച്ച സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും അവരും എല്ലാം എല്ലാ ദിവസവും പള്ളിയിൽ പോയി ഫുൾ ടൈം പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ പള്ളികളിലും, നമുക്കറിയാവുന്ന എല്ലാ പള്ളികളിലും നമുക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥനകളൊക്കെ ആ ദിവസങ്ങളിൽ ചൊല്ലുന്നതായിട്ട് ഞങ്ങൾ പിന്നീട് അറിഞ്ഞു. ആ ഒരു പ്രാർത്ഥനയുടെ ശക്തിയിലാണ് അച്ചാച്ചൻ ഇപ്പോഴും ഉള്ളതെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇപ്പം എനിക്ക് തോന്നുന്നു കല്യാണത്തിനൊക്കെ മുന്നേ ആണ് ഇങ്ങനെ ഒരു കരൾ മാറ്റ ശസ്ത്രക്രിയയൊക്കെ നടക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ചേച്ചിക്ക് ഇങ്ങനെ ഒരു വിവാഹാലോചന വന്ന സമയത്ത് സമൂഹം നമുക്കറിയാവുന്നതുപോലെ തന്നെ
സമൂഹത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് അവയവമാറ്റത്തെ പറ്റിയൊക്കെ ഇപ്പോഴും ആശങ്കകൾ നിലനിൽക്കുകയാണ്. അപ്പോൾ ഒരു യെസ് പറഞ്ഞ് മുൻപോട്ട് വരാൻ കാണിച്ച ആ ഒരു ധൈര്യം, ആ ഒരു എന്താ പറയുക, ഒരു ദൈവാനുഗ്രഹം എന്ന് പറയാല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ദൈവാനുഗ്രഹത്തിലേക്ക് എത്താനുണ്ടായ ആ ഒരു മനോധൈര്യത്തെ പറ്റി ഒന്ന് പറയാമോ? എനിക്കും ഞാൻ പഠിച്ചുകൊണ്ടിരുന്നൊരു സമയത്താണ്, പഠിത്തം തീരാറായൊരു സമയത്താണ് ഇങ്ങനെ കുറച്ച് കല്യാണാലോചനകൾ വന്നു. അപ്പോൾ അതിൽ 2-3 കേസ് ഒരുമിച്ച് വന്നു. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാം അന്വേഷിക്കുന്ന കൂട്ടത്തിൽ റോയിഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ അന്വേഷിച്ചപ്പം ഈ ലിവർ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് അറിഞ്ഞിരുന്നു. അപ്പോൾ അത് കേട്ട പാടത്ത് നമ്മൾ ആദ്യം കസിൻസിനോടൊക്കെ ഒന്ന് അന്വേഷിക്കും. അതിൽ ഞങ്ങൾക്ക് കോമൺ റിലേറ്റീവ്സ് ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ അവർ തന്നെ വിളിച്ച് പറഞ്ഞു, വേണ്ട, അങ്ങനെ ഒരു ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ടുണ്ട്, ഒരു ലിവർ ഇല്ലാത്തൊരാൾ ആണ്, അപ്പോൾ ആ ഒരു കേസ് നമുക്ക് നോക്കുക വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെച്ചൊരു കാര്യമാണ്. പക്ഷേ വീണ്ടും അതിനെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു പ്രശ്നമേ അല്ല. കാരണം ലിവർ എന്ന് പറയുന്നത് നമ്മുടെ മുടിയൊക്കെ പോലെ ഒരു ഓർഗൻ മാത്രമാണ്, അത് റീഗ്രോ ചെയ്തിരിക്കുന്നു, ആൾ ഹെൽത്തിയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും അതിനെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പം ലാസ്റ്റ് വീട്ടിൽ തന്നെ ചോദിച്ചപ്പം പറഞ്ഞു, ഇവരോട് തന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല, ആൾ ഹെൽത്തിയാണ്, എല്ലാ ടെസ്റ്റുകളും എല്ലാം ചെയ്യാറുള്ളതാണ്, ഒരു കുഴപ്പമില്ല എന്നുള്ളത് നമ്മൾ അറിയാൻ പറ്റി. പിന്നെ വെറുതെ എന്തിനാന്നുള്ളൊരു ഇതിൽ വന്നു. എങ്കിലും ഒരു ചെറിയൊരു നമുക്കുണ്ടാകും. അപ്പം എൻ്റെ ഒരു സിസ്റ്റർ ആൻറ്റി ഉണ്ട് മാനന്തവാടിയിൽ, സിസ്റ്റർ ബെന്നറ്റ്. അപ്പോൾ ആൻറ്റിയെ വിളിച്ച് അമ്മ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ 2 കേസ് വന്ന് ഇപ്പോൾ ഉണ്ട്, രണ്ടും ഒരുപോലെ നല്ലതാണ്, എന്താ ചെയ്യേണ്ടേ, ആൻറ്റി ഒന്ന് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചു. ആൻറ്റി ഒരു ദിവസം പ്രാർത്ഥന കഴിഞ്ഞാൽ പിറ്റേ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, വേറെ ഒന്നും ആലോചിക്കാനില്ല, ഈ ഒരു കേസാണ് എന്ന് പറഞ്ഞു. പിന്നെ അത് വേറെ ഒന്നും ചിന്തിച്ചില്ല, ഇതുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമായിരുന്നു. അപ്പോൾ നമ്മൾ മുൻപോട്ടുള്ളൊരു ജീവിത കാലയളവിൽ ഇപ്പോൾ സാമൂഹികമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് അവയവദാനം എന്ന് പറയുന്നത് വളരെയധികം ഒരു എന്താ പറയുക പ്രതിസന്ധി, അല്ലെങ്കിൽ ഒരു അവയവദാനം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയമാണ് പലർക്കും. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചേച്ചിയാണെങ്കിലും പപ്പയ്ക്ക് വേണ്ടിയിട്ട് കരൾ നൽകാൻ തയ്യാറാവാണ്. അപ്പം നിങ്ങൾ രണ്ടുപേരും ഒരു കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാവാണ്. അപ്പം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ്, ആ ഒരു ഇതിനെ പറ്റി ഒന്ന് സംസാരിക്കാമോ? ഇപ്പം എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 2015 ഞങ്ങളുടെ മാരേജ്. അത് കഴിഞ്ഞ് 2021 എൻ്റെ ട്രാൻസ്പ്ലാന്റ് വരുന്നത്. നമ്മളൊരിക്കലും ഇങ്ങനെ ഒരു സാഹചര്യം മുന്നിൽ കണ്ടിട്ടില്ല, ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ റോയുടെ കാര്യങ്ങളെല്ലാം അറിയാം. അപ്പം ഞാനിവിടെ വന്ന കാലം തൊട്ട് ഞാൻ കേൾക്കുന്നുണ്ട് ഇവിടുത്തെ വിശേഷങ്ങൾ, ഇവർ പറയും ഇവർ എത്രത്തോളം കഷ്ടപ്പെട്ടു എന്നുള്ളത്. കാരണം അന്നത്തെ ലീഗൽ പേപ്പേഴ്സും ഫോർമാലിറ്റീസും, പിന്നെ നാട്ടിലുമല്ല, വീടെല്ലാം വിട്ടിട്ട് ഡൽഹി പോയിട്ട് ചെയ്യുന്ന ഒരു നമ്മൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അവിടെ പോയി മാസങ്ങളോളം അവിടെ താമസിച്ചതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അപ്പം അത്രയും ഇത് ഓവർകം ചെയ്ത് വന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ നല്ല ഹാപ്പി ആയിട്ട് പോകുമായിരുന്നു. ഇങ്ങനെ 2 പേര് വന്നു, ഈത്തിനും ഓസ്റ്റിൻ 2 പേരുണ്ടായി. 2020 എനിക്ക് ഓസ്റ്റിൻ ഇളയാളുണ്ടായത്. 2021 ഇങ്ങനെ ഫാദറിന് ഒന്നുമില്ല ആക്ച്വലി. അത് അവിടെയും ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറയണം. കാരണം ഒരിക്കലും ഒരു ക്യാൻസറിൻ്റെ കേസ് ഇത്രയും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ഏറ്റവും വലിയ അനുഗ്രഹമാണ്. കാരണം അച്ഛൻ്റെ ഇത് ജൂണിൽ ചെറിയൊരു എന്തോ ഒരു വയറിനൊരു സുഖമില്ല എന്ന് മാത്രം പറഞ്ഞ് ഞങ്ങളൊന്ന് ഡോക്ടറെ അടുത്ത് പോയതാണ് അച്ഛൻ. അവിടെ പോയി പെരിന്തൽമണ്ണ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു നമുക്കൊരു സ്കാൻ എടുക്കാം എന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തു. അതിൽ ഡോക്ടർക്കൊരു ഡൗട്ട്. നെക്സ്റ്റ് വീക്ക് തന്നെ അടുത്ത 2 സ്കാനും കൂടെ ചെയ്തു. അതിൽ ഡോക്ടർ കൺഫേം ചെയ്തു 5 വലിയ ട്യൂമർ, ക്യാൻസറസ് ട്യൂമറായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഇത്ര പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ അതിനപ്പുറം ഞങ്ങൾക്കറിയില്ല എന്താണുള്ളത്. അത് സ്പ്രെഡായിട്ടും ഇല്ലായിരുന്നു. അപ്പം അന്ന് ഡോക്ടർ പറഞ്ഞു നമുക്ക് ഇത്രയും പെട്ടെന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് അവിടെ സേവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ അപ്പം എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ ഞാൻ 3 പെണ്ണുങ്ങളാണ്, എനിക്കൊരു ചേച്ചി ഒരു അനിയത്തി. അപ്പം അതൊരു ഷോക്കായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം പിന്നെ അച്ഛൻ എന്ന് പറയുന്ന ആൾ തന്നെ ഭയങ്കര ഹെൽത്തിയാണ്. ഹെൽത്തി എന്ന് വെച്ചാൽ ആൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് എപ്പോഴും നടക്കുന്ന, ഒരു പ്രശ്നം വന്ന് അങ്ങനെ വീഴുന്നൊരു ടൈപ്പൊന്നുമല്ല. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, പക്ഷെ അതൊന്നും ആളെ തളർത്തിയെന്നല്ല, എപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ. അപ്പോൾ ഇത് വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഷോക്കായിരുന്നു. അപ്പം ഞാനിവിടെയായിരുന്നു ഇതറിഞ്ഞപ്പം. ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ചോദിച്ചപ്പം ഇവിടെ അച്ഛനും അമ്മയും റോച്ചിനും പറഞ്ഞു എന്തിനാ ടെൻഷൻ അടിക്കുന്നത്, ഇതൊക്കെ നമ്മൾ കുറേ കണ്ടതല്ലേ, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്കൊരു കോൺഫിഡൻസ് ആയി. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്കെന്നാൽ പോകാം, മുന്നോട്ട് പോവാം ട്രാൻസ്പ്ലാന്റ്. അപ്പോൾ നമ്മൾ എറണാകുളത്തൊരു ഡോക്ടറെ, നമുക്ക് പരിചയമുള്ള ഡോക്ടറെ വിളിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ട്രാൻസ്പ്ലാന്റ് മാത്രമാണ് ഓപ്ഷൻ, അത് എത്രയും പെട്ടെന്ന് ചെയ്യണം. അപ്പോൾ ജൂൺ 23 നമ്മളിത് അറിയുന്നത്. അപ്പോൾ ഞങ്ങൾ വേഗം അച്ഛനെയായിട്ട് പോയി ടെസ്റ്റുകളൊക്കെ ചെയ്തു. അന്നിപ്പം ഞാൻ മാത്രമേ നാട്ടിലുള്ളൂ, ചേച്ചി US-ലാണ്, അനിയത്തി ഡൽഹിയിൽ പഠിക്കുക. അപ്പം ഞാൻ വേഗം എൻ്റെ ടെസ്റ്റുകളൊക്കെ ചെയ്തു. എനിക്കറിയില്ല 3 ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നുള്ളൂ. 3 ദിവസം കൊണ്ട് 2 പേരുടെയും എല്ലാ ടെസ്റ്റും കഴിഞ്ഞു, എല്ലാം ക്ലിയറായി,
ട്രാൻസ്പ്ലാന്റ് റെഡി എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഭയങ്കര ഒരു അപ്പം അന്നേരം ഇവർ പറയുന്നുണ്ട് ഇത് ഒത്തിരി പണിയുണ്ട്, നമുക്ക് ലേറ്റ് ആകും, നമുക്ക് വേഗം വേഗം ചെയ്യണം എന്നൊക്കെ റോയ് പറയുന്നുണ്ട്. പക്ഷേ എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. അപ്പം ഞങ്ങളൊരു 2 ഡേയ്സിനുള്ളിൽ എല്ലാം റെഡിയായി, ഡേറ്റും കിട്ടി ജൂലൈ 21. അങ്ങനെ എല്ലാം ഭയങ്കര സ്മൂത്താണ്, ഞങ്ങൾക്ക് ഒരു തടസ്സം പോലും ഉണ്ടായില്ല. പേപ്പേഴ്സൊക്കെ പെട്ടെന്ന് ലീഗൽ ഫോർമാലിറ്റി എല്ലാം കഴിഞ്ഞു, ഒരു തടസ്സം പോലും ഉണ്ടായില്ല. ഡോക്ടേഴ്സ് പറഞ്ഞ് 4 വീക്സ് നേടുമ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഒരു ഷോക്കായിരുന്നു, 1 മാസത്തിനുള്ളിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ അവിടെ അതിൻ്റെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായില്ല, പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. ജൂലൈ 21 ഞങ്ങളുടെ ട്രാൻസ്പ്ലാന്റ്. അപ്പം അങ്ങനെ രണ്ടുപേരുടെയും കരൾ മാറ്റിവെച്ച് അങ്ങനെ കരളിൻ്റെ കരളായി മാറിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സമൂഹത്തിലാണെങ്കിൽ ഒരുപാട് അവയവദാനത്തെക്കുറിച്ചൊരു അവബോധം ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പം നിങ്ങളുടെ ഈ ഒരു കാലയളവിൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങളും അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള വിമർശനങ്ങളോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളും ചിലപ്പോൾ ഒരു ഒരു ആശങ്ക പ്രകടിപ്പിച്ചിരിക്കാം, അതും ചെറിയൊരു പ്രായത്തിൽ നടത്തുന്നൊരു ഓപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ. അപ്പം അതിനെ എങ്ങനെയാണ് കാണുന്നത്? എൻ്റെ സർജറിയുടെ സമയത്ത് ആളുകൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് 12 വർഷം കഴിഞ്ഞിട്ടാണ് മിലിയുടെ വന്നത്. എന്നിരുന്നാലും മിലിയുടെ ഡൊണേറ്റ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് പേടിച്ചു. അവർ പറഞ്ഞു അത് വേണോ, ഇളയ മോൻ ഓസ്റ്റിന് 1 വയസ്സായതേ ഉള്ളൂ, അത് വേണോ, നമുക്ക് ഒന്നും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ. പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിച്ചു, അതുപോലെ തന്നെ എല്ലാവരുടെയും ഒരു ഉറച്ച തീരുമാനവും സപ്പോർട്ടും കൂടെ കിട്ടിയപ്പോൾ അതുമായിട്ട് മുന്നോട്ട് പോയി. അത് കഴിഞ്ഞ് ഇത് വേണ്ട എന്ന് ഉപദേശിച്ചവർ തന്നെ വന്ന് ഞങ്ങളോട് പറഞ്ഞു, മോളെ നിങ്ങൾ ചെയ്തത് ഏറ്റവും ഉചിതമായ തീരുമാനമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാത്മധൈര്യമാണ് അല്ലേ, ഒരാത്മധൈര്യത്തിൻ്റെ ഒരു വഴി തിരഞ്ഞെടുത്ത് അതിലൂടെ ഇങ്ങനെ ഒരു സഞ്ചരിച്ചപ്പോൾ ദൈവാനുഗ്രഹവും ദൈവത്തോടുള്ള സ്നേഹവും വിശ്വാസവും ഒക്കെ ഇങ്ങനെ എത്രത്തോളം മാറ്റുകൂട്ടിയിട്ടുണ്ട് ജീവിതത്തെ എന്നൊന്ന് പറയാമോ? ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം അനുഭവിച്ചിട്ടുണ്ട്. കാരണം പല പ്രശ്നങ്ങൾ വന്നിട്ടുമുണ്ട്, പക്ഷെ അവിടെ എല്ലാം ഒരുപാടൊന്നും ഡിലേ ആയിട്ടില്ല. പക്ഷെ ഞങ്ങൾക്കത് ദൈവം സാധിച്ച് തന്നിട്ടുണ്ട്, ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രാൻസ്പ്ലാന്റ് പോലും നമ്മൾ ഇത്രയും സ്മൂത്താണെന്ന് വിചാരിച്ചതല്ല. അപ്പം അന്ന് ട്രാൻസ്പ്ലാന്റ് ദിവസം ഞങ്ങൾക്ക് അച്ഛനെ 6 മണിക്ക് കൊണ്ടുപോയി അവർ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക്. എന്നെ കൊണ്ടുപോയത് ഒരു 10 മണിയായപ്പം. അതൊരു 18 hours സർജറിയാണ്, 18 മണിക്കൂർ. അച്ഛൻ ഒരു ദിവസം അറിയുന്നേ ഇല്ല, അടുത്ത ദിവസം എഴുന്നേൽക്കുന്നുള്ളൂ, അങ്ങനത്തെ ഒരു സർജറി. അപ്പോൾ ഞങ്ങളിതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴാണ് അറിഞ്ഞത് ഈ 18 മണിക്കൂറും ഉപവസിച്ച് പ്രാർത്ഥിച്ചവരുണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. അതേസമയം ഒരുപാട് പള്ളികളിൽ ഞങ്ങൾക്ക് വേണ്ടി കുർബാന അർപ്പിക്കപ്പെട്ടിരുന്നു. അപ്പം ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. നമ്മളിതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് എല്ലാവരും പറയുന്നത് അന്ന് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കുർബാന ഉണ്ടായിരുന്നു കേട്ടോ എന്ന്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, കാരണം ഇത്രയും സ്മൂത്തായിട്ട് 18 മണിക്കൂർ അത് നടന്ന് നീങ്ങണമെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഇല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ ആ ഒരു അവയവ ദാനവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ പറ്റി ഒന്ന് വിവരിക്കാമോ? ഞങ്ങൾ അങ്ങനെ ഒരുപാട് അതിലേക്ക് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞങ്ങളാൽ കഴിയുന്ന വിധം ഞങ്ങളോട് ആര് ചോദിച്ചാലും ഞങ്ങൾ ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഒരു കാര്യം പറഞ്ഞു കൊടുക്കാറുണ്ട്. ലിവിങ് എക്സാമ്പിൾസ് ആണ്. അപ്പം ഞാൻ സർജറി കഴിഞ്ഞിട്ട് 14 വർഷമായി. അന്ന് അച്ചാച്ചന് കാലിൽ നീര് വന്ന്, ആ സർജറിക്ക് മുമ്പ് അച്ചാച്ചന് കാലിൽ നീര് വന്ന് പുറത്ത് പോലും ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പം അച്ചാച്ചൻ എല്ലാ ദിവസവും പുറത്തിറങ്ങും, പൂർണ്ണ ആരോഗ്യത്തോടുകൂടി, എന്നെക്കാൾ ആരോഗ്യത്തോടു കൂടിയാണ് അച്ചാച്ചൻ ജീവിക്കുന്നത്. അതേപോലെ എനിക്കാണെങ്കിലും ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. എല്ലാ കാര്യത്തിലും നോർമൽ ലൈഫാണ് ജീവിക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ. അപ്പം ഒത്തിരി പേര് ഞങ്ങളെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇത് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ഒന്ന്. അവരോടെല്ലാം ഞങ്ങൾ വളരെ വ്യക്തമായി പറയാറുണ്ട്, ഒരു പ്രശ്നവും ഇല്ല, ധൈര്യമായി മുന്നോട്ട് പോക്കോ. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഞങ്ങൾ കഴിഞ്ഞ മെയ്യിൽ ഞങ്ങൾ ഓസ്ട്രേലിയയിൽ പെർത്തിൽ അവിടെ ഒരു വേൾഡ് ട്രാൻസ്പ്ലാന്റ് ഗെയിംസ് എന്നുണ്ട്. അതായത് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു വേൾഡ് ഗെയിംസ് അത്. അപ്പോൾ അതിൽ റെസിപ്പിയൻസും ഡോണേഴ്സും പങ്കെടുക്കും. അപ്പം അത് ലോകമെമ്പാടും എല്ലാ 46 രാജ്യങ്ങളിൽ നിന്ന് അവിടെ പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. 1000-ൽ പരം പാർട്ടിസിപ്പൻസ്. അവർക്ക് എല്ലാ സ്പോർട്സും, അതായത് ഈ ഒരു ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ അവർ വീട്ടിൽ ഒതുങ്ങിക്കൂടേണ്ടവരല്ല, മറിച്ച് എന്തും ചെയ്യാൻ അവർക്ക് പറ്റുമെന്ന് തെളിയിക്കുന്ന ഒരു ഇവൻ്റായിരുന്നു അത്. അപ്പം ഞങ്ങൾ കപ്പിളാണ്, എന്തായാലും ഞങ്ങൾ 2 പേരും ഡോണേഴ്സാണ്, നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ആദ്യമായിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് ഒരു ഇന്ത്യൻ ഒരു ഓർഗനൈസേഷൻ അത് ഓർഗനൈസ് ചെയ്തു. ഇന്ത്യയിൽ നിന്ന് കുറച്ച് ഒരു 40ഓളം പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. ഒരു ടീം ഇന്ത്യ ആയിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോയി. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ കണ്ടത് ഞങ്ങളൊന്നും അതിലൊന്നുമല്ല.
ഞങ്ങളൊരു ഡോണർ എന്നൊരു പേര് മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ വന്നിരിക്കുന്നതിന് ഹാർട്ട് വരെ മാറ്റി വെച്ചവർ, 2 പ്രാവശ്യം കിഡ്നി മാറ്റി വെച്ചവർ, 2 പ്രാവശ്യം ലങ്സ് മാറ്റി വെച്ചവർ, ഇവരൊക്കെ അവിടെ ഉണ്ട് ഈ ഗെയിംസിന്. അവർ ഓടാനും ചാടാനും സ്വിമ്മിങ്, എല്ലാ സ്പോർട്സും, സൈക്ലിംഗ്, എന്ത് സ്പോർട്സ് വേണമെങ്കിലും അവരൊക്കെ ചെയ്യും. അത്രയും ഹെൽത്തി ആയിട്ട് അവരൊക്കെ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ, അപ്പോൾ നമ്മളിങ്ങനെ ഓരോരുത്തരോട് നമ്മുടെ സ്റ്റോറി പറയുമ്പം അവരിങ്ങനെ അവരുടെ സ്റ്റോറി നമ്മളോട് പറയും. ഞങ്ങൾ അതിലൊരു അമേരിക്കക്കാരനെ കണ്ടു, ഒരു ടോം എന്ന് പറഞ്ഞൊരു അമേരിക്കക്കാരനെ കണ്ടിരുന്നു. അപ്പം പുള്ളി ഒരു മൾട്ടിനാഷണലിൽ വർക്ക് ചെയ്യുവാണ്. പുള്ളിയുടെ കഥ എന്ന് പറയുന്നത് ഭയങ്കര ഒരു അത്ഭുതകരമായ കഥയാണ്. പുള്ളി ഒരു ഡോണറാണ്. ഡോണർ എന്ന് പറഞ്ഞാൽ പുള്ളി 2008 പുള്ളിയുടെ കിഡ്നി ഡൊണേറ്റ് ചെയ്തു. അത് ഒരു അജ്ഞാതനായ ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് പുള്ളി ഡൊണേറ്റ് ചെയ്തത്. അതിന് ശേഷം 2018 പുള്ളിയുടെ ലിവറിൻ്റെ ഒരു ഭാഗവും വേറൊരു വ്യക്തിക്ക് വേണ്ടി ഡൊണേറ്റ് ചെയ്തു. അങ്ങനെ ഒത്തിരി ആളുകളെ നമ്മളിത് കണ്ടു. അപ്പം നമ്മൾ ആ പരിപാടിയുടെ പേര് തന്നെ ഗിഫ്റ്റ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാണ്. അതായത് നമ്മുടെ ജീവിതം നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് അവിടെ തെളിയിക്കുകയാണ് ഓരോ ആൾക്കാരും. നമ്മൾ നമ്മുടെ പാരൻസിന് വേണ്ടി നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്തപ്പം അവരവിടെ അതൊന്നും നോക്കിയിട്ടില്ല. അവരാർക്കോ വേണ്ടി അവരുടെ ജീവിതം അവർ സ്പോൺസർ ചെയ്യുകയാണ്. അപ്പം അങ്ങനത്തെ കുറേ ജീവിതങ്ങളുണ്ടായിരുന്നു അവിടെ. ഈ റെസിപ്പിയൻസ് ആണെങ്കിലും അവരുടെ ഡോണേഴ്സിന് 5 കിലോമീറ്റർ നടത്തം ഒക്കെ ഉള്ളായിരുന്നു. അതിൽ ഒരു 70 വയസ്സായ ഒരു അപ്പച്ചൻ നടന്നു പോകുമ്പോൾ പുള്ളിയുടെ കാലയിൽ എഴുതി വെച്ചിട്ടുണ്ട് മൈ ലൈഫ് ഈസ് ഗിഫ്റ്റഡ് ബൈ എന്ന് പറഞ്ഞത്. പച്ച കുത്തിയിരിക്കുക, ഡോണറിന്റെ പേര് പുള്ളിയുടെ കാലയിൽ പച്ച കുത്തിയിരിക്കുക. അതായത് ആരോ ഒരാൾ മരിച്ചിട്ട് പുള്ളിയുടെ ഹൃദയവുമായിട്ടാണ് ഇപ്പോൾ ഈ അപ്പച്ചൻ ഈ പരിപാടിക്ക് വന്നിരിക്കുന്നത്. ആ മരിച്ചുപോയ ആളുടെ പേര് പുള്ളി തൻ്റെ ദേഹത്ത് പച്ച കുത്തി വെച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞത് അതാണ് ഞങ്ങൾക്കൊരു ശരിക്കും ഞങ്ങളുടെ കണ്ണ് തുറന്നൊരു സ്ഥലം അവിടെ വെച്ചിട്ടാണ്. ഞങ്ങൾക്ക് മാക്സിമം ഞങ്ങളാൽ കഴിയുന്ന വിധം എന്തെങ്കിലും ചെയ്യണമെന്ന് ഞങ്ങൾ അന്ന് അവിടെ നിന്ന് വിചാരിച്ചതാണ്. വളരെ വ്യത്യസ്തമായൊരു അനുഭവമായിരുന്നു ഓസ്ട്രേലിയൻ ട്രിപ്പ് എന്ന് മനസ്സിലാകുന്നത്. വിവിധ തരത്തിലുള്ള ആൾക്കാർ, വിവിധ ജീവിത രീതിയിലുള്ള ആൾക്കാർ ഒരുമിച്ചൊരു ഡോണേഴ്സ്, റെസിപ്പിയൻസ് ഒരു കൂട്ടായ്മയായിട്ട്. അപ്പോൾ അവിടെ ഉണ്ടായ ഒരുപാട് അനുഭവങ്ങൾ പ്രചോദനമായിട്ട്. അപ്പം ഇത്തരത്തിലുള്ളൊരു ജീവിത അനുഭവങ്ങളിലൂടെ പോകുമ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഇങ്ങനെ നോക്കുമ്പോൾ ചിറമേലച്ഛനാണ് ഏറ്റവും പ്രധാനമായിട്ടും. അപ്പം അച്ഛനുമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ളൊരു പ്രവർത്തനങ്ങളെ പറ്റി ഒന്ന് വിവരിക്കാമോ? ചിറമേലച്ഛൻ ഇപ്പോൾ ഓർഗൻ ഡൊണേഷൻ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അച്ഛൻ പല രാജ്യങ്ങളുടെയും ഓർഗൻ ഡൊണേഷൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ്. UAE ബ്രാൻഡ് അംബാസിഡറാണ് ഇപ്പോൾ അച്ഛൻ. ഖത്തറിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ് അച്ഛൻ. ഇപ്പോൾ പുതിയ ഒരു കിഡ്നി ഫെഡറേഷൻ്റെ കീഴിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു സംഘടനയുണ്ട്. അവിടെ നിരാലംബരായ ഒത്തിരി പേർക്ക് ഡയാലിസിസ് നടത്തപ്പെടുന്നുണ്ട്. അതിനോട് ഞങ്ങളും സഹകരിച്ച് പോവുകയാണ്. ഇപ്പോൾ ജീവിതം പകുത്തു നൽകുകയാണ് അവയവദാനത്തിലൂടെ എന്ന് മനസ്സിലാക്കുന്നത്. അപ്പം ഇത്തരത്തിൽ അവയവദാനം എന്ന് പറഞ്ഞ് മുൻപോട്ട് വരുമ്പോൾ ഈ സമൂഹത്തിൽ ഒരുപാട് അപാകതകൾ അല്ലെങ്കിൽ ഈ കാര്യങ്ങളെ പറ്റിയുള്ള അറിവ് വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരു വിശ്വാസത്തിൽ എത്രമാത്രം അടിയുറച്ച് നിൽക്കുന്നു എന്നുള്ളതും അതുപോലെ തന്നെ പ്രാർത്ഥനയും ജീവിതവും ഒക്കെ വളരെയധികം ഇതിന് വളരെയധികം സഹായകരമാവുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള അനുഭവങ്ങൾ ഒന്ന് വിവരിക്കാമോ? പ്രാർത്ഥന ശരിക്കും ഇതിൻ്റെ ബേസ് തന്നെ. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പ്രാർത്ഥന ഇല്ലാത്തൊരു ദിവസം ഞങ്ങൾ മുന്നോട്ട് പോകാറില്ല. ഞങ്ങൾ ഇതിനിറങ്ങുമ്പം 50-50 ആയിരുന്നു ചാൻസ്. അതായത് 50% ആൾക്കാർ ഞങ്ങളോട് പറഞ്ഞു മുന്നോട്ട് പോവരുത്, അച്ഛൻ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാലും 6 മാസത്തിനപ്പുറം ജീവിക്കില്ല. ഡോക്ടേഴ്സ് വരെ പറഞ്ഞവരുണ്ട്. അതേസമയം ഒരു 50% ഞങ്ങളോട് പറഞ്ഞു മുന്നോട്ട് പൊക്കോ, സക്സസ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പം നമുക്കൊരു തീരുമാനം എന്ന് പറയുന്നത് പറ്റില്ല. കാരണം അത്രയും കോൺഫിഡൻ്റായി ഒരേപോലെ 2 സൈഡിൽ നിന്ന് ആൾക്കാർ പറയുന്നുണ്ട് ചെയ്യരുതെന്നും ചെയ്യണമെന്നും. ആ സമയത്ത് നമുക്ക് ഒറ്റ വഴിയേ ഉള്ളൂ, അത് പ്രാർത്ഥന മാത്രമാണ്. ഞങ്ങൾ വീട്ടിലെല്ലാവരും അടച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ എന്തായാലും മുന്നോട്ട് പോകാം എന്നുള്ള തീരുമാനത്തിലേക്ക് വന്നത്. അപ്പോൾ അവിടെ കാരണം നമ്മൾ ഞങ്ങളുടെ തൊട്ട് മുമ്പ് ചെയ്ത ഒരാളുടെ വരെ ഞങ്ങൾ സ്റ്റോറി കേട്ടിരുന്നു. അതായത് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് 6 മാസം കഴിയുമ്പം ഇതേ കേസ് തന്നെയായിരിക്കും, പക്ഷെ ഫെയിലിയറായി മരിച്ചുപോയ കേസൊക്കെ നമ്മൾ ഒരുപാട് കേട്ടു. അപ്പോഴൊക്കെ ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ മാത്രമാണ്. കാരണം ഇത്രയും വലിയൊരു ഇതിന് ഇറങ്ങി തിരിച്ചിട്ട് എന്താണ് സംഭവിക്കുക എന്നുള്ളൊരിത്. അപ്പം അവിടെ ശക്തി എന്ന് പറഞ്ഞത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് പ്രാർത്ഥന മാത്രമാണ്. കാരണം വേറെ ഒന്നിനും നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. പ്രാർത്ഥനയുടെ ഒരു ഊർജത്തിലാണ് പോകുന്നത് അല്ലേ? ഞങ്ങളുടെ മാത്രം പ്രാർത്ഥനയല്ല, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും, അതായത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്നപ്പം ഞങ്ങൾക്ക് വേണ്ടി പുറത്ത് കാത്തു നിന്ന ഒത്തിരി പേര്, ഞങ്ങളുടെ ബന്ധുക്കൾ തന്നെ
അവരും അവരുടെ ലൈഫ് ആ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്ത ഒത്തിരി ആളുകളുണ്ട്. അവരോടൊക്കെ ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നു. അപ്പം ഇത്തരത്തിൽ പ്രാർത്ഥനയുടെ ഒരു സ്നേഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവരുമായിട്ട് ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് പ്രേക്ഷകരുമായിട്ട് എന്താണ് പറയാനുള്ളത്? ഓർഗൻ ട്രാൻസ്പ്ലാന്റ് എന്നുള്ളത് ഒരു വലിയ കടമ്പയേ അല്ല, നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവർ മാത്രമല്ല, പക്ഷെ ഒരാൾ നമ്മളോടൊരു സഹായം ചോദിക്കുകയാണ് ഈ ഒരു ഓർഗൻ ഡൊണേഷൻ ചെയ്യാൻ പറ്റുമോ എന്ന്, അത് നമ്മൾ തീർച്ചയായും നമുക്ക് മുന്നോട്ട് പോകാം. ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് അതിനെക്കുറിച്ച് നെഗറ്റീവ്സ് ഉണ്ട്. ഇപ്പം ഈ അടുത്ത ഡിസംബറിൽ പോലും ഒരു ഗെയിംസ്, ഇപ്പം ഞങ്ങൾ ഓസ്ട്രേലിയയിൽ പോയി എന്ന് പറഞ്ഞാൽ അതേപോലെ ഒരു ഗെയിംസ് ലിസി ഹോസ്പിറ്റലിലെ ഡോക്ടർ ജോസ് ചാക്കോ പെരുവറത്തിൻ്റെ നേതൃത്വത്തിൽ ഈ ഡിസംബർ 9 ട്രാൻസ്പ്ലാന്റ് ഗെയിംസ് എന്ന് പറഞ്ഞ് കേരളത്തിൽ കൊച്ചി വെച്ച് നടക്കുന്നുണ്ട്. അവരോട് കൂടി സഹകരിച്ച് ഞങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതലൊരു അവയർനെസ് നൽകാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എടുത്ത് മാറ്റണം എന്നുള്ളൊരു ഇതിനു വേണ്ടി തന്നെ ഡോക്ടറും ആ ഒരു ടീം, അവർ ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ, ഒരുപാട് പേര് ഒരുമിച്ച് ചെയ്ത് കൊച്ചിയിൽ അത് നടക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു ഈവെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്കത് ഒരുപാട് അഭിമാനമുള്ളൊരു കാര്യമാണ്. അതിൽ ഇവിടെയുള്ള കുറേ നെഗറ്റീവ്സ് മാറണമെന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾ എന്തായാലും അതിന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുകയാണ് അതിന് വേണ്ടിയിട്ട്. ഒപ്പം തന്നെ ചോദിക്കാനുള്ളത്, നമ്മൾ ഈ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പം നമുക്ക് സ്വാഭാവികമായി മനുഷ്യനുണ്ടാവുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് ഞങ്ങൾ, വൈ അസ്? ആ ഒരു ചോദ്യം തീർച്ചയായിട്ടും നമുക്കുണ്ടാവും. അപ്പം ആ ഒരു ചോദ്യം ഉണ്ടായ സമയത്ത് അതിനെ എങ്ങനെയാണ് ഒരു ദൈവാനുഭവത്തിലൂടെ അല്ലെങ്കിൽ പ്രാർത്ഥനയിലൂടെ അല്ലെങ്കിൽ വിശ്വാസത്തിലൂടെ മറികടന്നിട്ടുള്ളത്? ഞങ്ങൾ കല്യാണം കഴിഞ്ഞത് 2015 അത് കഴിഞ്ഞൊരു 6 മാസത്തിനുള്ളിൽ ഞങ്ങളൊരു കുഞ്ഞ് വേണം എന്ന് തീരുമാനിച്ചിരുന്നു. അങ്ങനെ 6 മാസം തൊട്ട് ഞങ്ങളൊരു കുഞ്ഞിന് വേണ്ടി കാത്തിരുന്നു. പക്ഷേ ഇല്ല, ഉണ്ടായില്ല. അങ്ങനെ 1 വർഷമല്ല 2 വർഷം കടന്നുപോയി. ഒരു 2016 ആയപ്പോഴേക്കും എനിക്ക് ഭയങ്കര ടെൻഷനായി. ഞാനിവിടെ ഭയങ്കര കരച്ചിലും ബഹളവും, എന്നും ഡോക്ടറെ കാണാൻ പോവും, ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പുകൾ നടത്തും. ഞങ്ങൾ 2 പേരും പോയി എല്ലാ ടെസ്റ്റുകളും ചെയ്തു. അങ്ങനെ എല്ലാ ടെസ്റ്റും ഞങ്ങൾ നോർമലായിരുന്നു. ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലയെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഡോക്ടറിന് ഒന്നും ചെയ്യാനില്ല, വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ 2016 കഴിഞ്ഞു, 17 ആയി. ഞങ്ങൾക്ക് അങ്ങനെ 2 വർഷം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട്. എനിക്ക് ആകെ വിഷമമായിരുന്നു. ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു. അവസാനം ഇങ്ങനെ ആരോ പറയുന്ന കേട്ട്, കോട്ടയത്ത് ലൂർദ് മിഷൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, സിസ്റ്റർ മേരി മാർസിൽ. സിസ്റ്റർ ഇന്നില്ല, മരിച്ചുപോയി. അപ്പം അവസാനം ഞാൻ പറഞ്ഞു റോയോട്, അവസാനം ഇനി ഞാൻ എവിടെയും കൊണ്ടുപോയില്ല, ഇവിടെയും കൂടി ഒന്ന് എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ പോയി. അവിടെ പോയിട്ട് സിസ്റ്റർ എല്ലാം ചെക്ക് ചെയ്തു, എൻ്റെ റിസൾട്ടുകളും എല്ലാം. ഒരു കുഴപ്പമില്ല, സിസ്റ്ററിന് ഒരു പ്രശ്നവും ഇല്ല, നിങ്ങൾക്ക് വേണ്ടത് കുറച്ച് പ്രാർത്ഥന മാത്രമാണ്. സിസ്റ്റർ എനിക്ക് മരുന്നൊന്നും എഴുതിയില്ല, എനിക്ക് തന്നതൊരു 3 പ്രാർത്ഥനയുടെ പേപ്പറുകൾ തന്നു. എന്നിട്ട് ഞങ്ങൾ ഓഗസ്റ്റ് 2017 സിസ്റ്റർ അടുത്ത് ചെന്നത്. സിസ്റ്റർ പറഞ്ഞു 9 അഭിഷേകാഗ്നി കാണണം, സെഹിയോൻ്റെ ശാലോം TV-യിൽ 9 അഭിഷേകാഗ്നി കാണണം. അപ്പോൾ അന്ന് ഓഗസ്റ്റാണ്. എല്ലാം കറക്റ്റായിട്ട് ഞാൻ 9 വെള്ളിയാഴ്ച അത് കൂടി. നവംബർ 17 ഞങ്ങൾ പ്രഗ്നൻസി പോസിറ്റീവ് ടെസ്റ്റ് ചെയ്തു. അതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ മോൻ ഇവിടെ നിൽക്കുന്നത്. അതായിരുന്നു ഏറ്റവും, അത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. ആ സമയത്ത് അച്ചാച്ചനും അമ്മയും വിശുദ്ധ നാടുകളിൽ ടൂറ് പോയിരിക്കുമായിരുന്നു. അവർ പറഞ്ഞു ഞങ്ങൾ നാളെ മാതാവിന് മംഗളവാർത്ത അറിയിച്ച ആ സ്ഥലത്ത് പോവുകയാണ്. അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾ അച്ഛനും അമ്മയും വിളിച്ച് ഞങ്ങൾ അറിഞ്ഞത് ഞങ്ങൾക്ക് വിശേഷമായെന്നുള്ളത്. ഇപ്പോൾ ഏറ്റവും അവസാനം ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ വിശേഷമായിട്ടിരിക്കുകയാണ്, 3ാമത്തെ ആൾ. അപ്പോൾ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് നമുക്കൊരു കുഞ്ഞുണ്ടാവുന്നുള്ളതിന് ഒരു തെളിവാണ്. 3-4 മാസമായി. അപ്പം ഇത് 3ാമത്തെ മാസത്തെ സ്കാനിൽ സ്കാൻ ചെയ്തപ്പം NT സ്കാൻ എന്ന് പറയുക, അതിൽ വാല്യൂ കുറച്ച് കൂടുതലായിരുന്നു. അപ്പം ഡോക്ടർ കണ്ടപ്പോൾ പറഞ്ഞു, അയ്യോ വാല്യൂ കുറച്ച് കൂടുതലാണല്ലോ, അപ്പം കുഞ്ഞിന് അബ്നോർമാലിറ്റീസ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മളിങ്ങനെ ഓരോ കടമ്പയൊക്കെ കടന്ന് ഇങ്ങനെ ജീവിച്ച് വരികയാണ്. അപ്പോഴാണ് ഇത് കിട്ടിയത്. അപ്പോൾ പിന്നെ ആകെ ടെൻഷനായി, ഞങ്ങളിങ്ങനെ എല്ലാവരും ആകെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പം ഡോക്ടർ പറഞ്ഞു ഒരു ബ്ലഡ് ടെസ്റ്റും കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ റിസൾട്ട് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ഒന്നും ആകെ വിഷമിച്ച് ഇവിടെ എല്ലാവരോടും പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു. അവിടെയും പറഞ്ഞു എല്ലാവരും പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ റോയുടെ സിസ്റ്ററുണ്ട്, ചേച്ചിനെ വിളിച്ചു. അപ്പോൾ ചേച്ചിയോട് ഇങ്ങനെ കാരണം പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു ഇല്ലില്ല, ഇത് അവസാനത്തെ പരീക്ഷണം നിങ്ങൾക്കുള്ള. അപ്പോൾ ഞാൻ എന്താ, ജോബിൻ്റെ പുസ്തകം വായിച്ചിട്ടില്ലേ, മിലിയാവുന്നിടത്ത് വായിക്കുക. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ജോബിന് എന്താ പറ്റിയെന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പം ഇത് നിങ്ങളുടെ അവസാനത്തെ പരീക്ഷണമെന്ന് വിചാരിച്ചോ എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ശരിയെന്ന് പറഞ്ഞു. ചേച്ചിനെ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജോബിൻ്റെ പുസ്തകമൊക്കെ വായിച്ച് ഒരു ഏകദേശം ധൈര്യമൊക്കെ ആയി. ഞങ്ങൾ പ്രാർത്ഥിച്ചു. റിസൾട്ട് കിട്ടാൻ 1 ആഴ്ച എടുക്കുമെന്ന് പറഞ്ഞു ബ്ലഡ് ടെസ്റ്റിൻ്റെ.
ഇവിടെ എല്ലാവരും പ്രാർത്ഥിക്കുന്നു, എൻ്റെ വീട്ടിലെല്ലാവരും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു ബ്ലഡിൻ്റെ റിസൾട്ട് വന്നു. അതിലൊരു കുഴപ്പവും ഇല്ലായിരുന്നു. അപ്പം അതിപ്പം ഒരാഴ്ച ആവുന്നതേ ഉള്ളൂ ആ റിസൾട്ട് കിട്ടിയിട്ട്. അപ്പം ഞങ്ങൾക്ക് അതാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം, അത് നടക്കും. അപ്പോൾ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ എന്നും നയിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇങ്ങനൊരു സാഹചര്യത്തിലൂടെയൊക്കെ കടന്നുപോയി 22ാമത്തെ വയസ്സിൽ എനിക്ക് തോന്നുന്നു ഒരു കാലഘട്ടം, അതായത് ഒരു ഉയർച്ചയുടെ കാലഘട്ടത്തിലേക്ക് കടക്കേണ്ട ഒരു പ്രായം, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റൊരു കാലഘട്ടം, ഒരു ടേണിംഗ് പോയിന്റ് ഉള്ള ഒരു പീരീഡാണ് 22ാമത്തെ വയസ്സെന്നൊക്കെ പറയുന്നത്. ആ ഒരു ഏജിൽ ഇങ്ങനെ ഒരു ഡോണർ ആവുക, അപ്പം അതിനുശേഷമുള്ള ജീവിതത്തിലെ സക്സസ്സുകൾ അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടായ പുരോഗതികളെ പറ്റിയൊന്ന് പറയാമോ? 22 വയസ്സിൽ ഞാനിത് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ MBAക്ക് പഠിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് 1 മാസം ക്ലാസ് നഷ്ടപ്പെട്ടു. അവിടെ ട്രൈമസ്റ്റർ സിസ്റ്റം ആയതുകൊണ്ട് ഇത് ട്രാൻസ്പ്ലാന്റ് എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് കോളേജിൽ വന്ന് 1 മാസം കഴിഞ്ഞപ്പം പറഞ്ഞു അറ്റൻഡൻസ് ഷോർട്ടേജാണ്, ഇയർ ബ്രേക്ക് ആവും, തിരിച്ച് പൊക്കോളാൻ പറഞ്ഞു, അടുത്ത വർഷം വന്ന് ജോയിൻ ചെയ്യാമെന്ന്. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായി. ആ സമയത്ത് എനിക്ക് വേണ്ടി ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് തിരിച്ച് വന്നപ്പം വെയിറ്റ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ താമസിക്കുന്ന റൂമിൽ എല്ലാ ദിവസവും വന്ന് ബാഗ് എടുത്ത് വന്ന് കൊണ്ടിരുന്ന സുഹൃത്തുക്കൾ വരെ ഉണ്ടായിരുന്നു. അവർക്കും എല്ലാം വിഷമമായി. അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ 1 വർഷം കഴിഞ്ഞ് ആ വർഷം ചേച്ചിയുടെ കല്യാണവും എല്ലാം വീട്ടിൽ നടന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് അച്ചാച്ചൻ അന്ന് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കിടക്കുവാണ്. അപ്പോൾ അച്ഛൻ പൂർണ്ണ ആരോഗ്യവാനായില്ലായിരുന്നു. ആ സമയത്ത് ഞാൻ വീട്ടിൽ വന്ന് ചേച്ചിയുടെ കല്യാണവും എല്ലാം കഴിഞ്ഞ് തിരിച്ച് MBAക്ക് പോയി. അത് കഴിഞ്ഞ് ജോലിയുടെ സമയത്ത് അച്ഛൻ പറഞ്ഞു നീ തിരിച്ച് പോര്, നീ ബിസിനസ്സിലേക്ക് പോര്. അന്ന് മുതൽ ഞാൻ അച്ചാച്ചൻ്റെ കൂടെയുണ്ട്. അച്ചാച്ചൻ്റെ കൂടെ വന്നപ്പം മുതൽ അച്ചാച്ചൻ്റെ സഹോദരന്മാർ അച്ചാച്ചന് കൊടുക്കുന്ന അതേ സ്നേഹവും ബഹുമാനവും എനിക്കും തന്ന് അവരുടെ കൂട്ടത്തിൽ ഒരാളെ, അവരുടെ സഹോദരങ്ങളെ പോലെ തന്നെ എന്നെയും കൊണ്ട് നടന്ന് എല്ലാ കാര്യങ്ങളിലും അവരെനിക്ക് സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ നല്ല രീതിയിൽ ഞങ്ങളുടെ ബിസിനസ്സുകളെല്ലാം പോകുന്നുണ്ട്. ഇത്രയും നേരം നമ്മോടൊപ്പം ആയിരുന്നുകൊണ്ട് പ്രാർത്ഥനാ ജീവിതവും അതുപോലെ തന്നെ വിശ്വാസ ജീവിതവും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങൾക്ക് തുണയായ കാര്യം നമ്മളോട് പറയുകയായിരുന്നു. അപ്പോൾ എല്ലാവിധ ആശംസകളും ഹൃദയപൂർവ്വം നേരുന്നു. മുൻപോട്ടുള്ള ജീവിതത്തിൽ പ്രാർത്ഥന നിങ്ങളെ വഴി നടത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഏറ്റവും മനോഹരമായി മുൻപോട്ട് ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അവയവദാനത്തെക്കുറിച്ച് വളരെയധികം ആശങ്കകൾ ഇന്നും നിലനിൽക്കുന്ന സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ ഒരു സമൂഹത്തിൽ ഈ ദമ്പതികൾ നമുക്കെല്ലാവർക്കും മാതൃകയാവുകയാണ്. പ്രാർത്ഥനയും വിശ്വാസ ജീവിതവും എത്രമാത്രം ഈ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യാൻ നമ്മെ സഹായിക്കുമെന്നുള്ളതിന്റെ ഉത്തമ മാതൃകകളാണ് ഇവർ. ജീവിതത്തിൽ മഴവില്ല് തീർക്കുന്ന ഒത്തിരി പേരെ വരും എപ്പിസോഡുകളിൽ നമുക്ക് കാണാം. അതുവരെ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കും.